ഞാൻ ഒരു ചേച്ചിയെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചേച്ചി ഒരു മോട്ടിവേഷൻ സ്പീക്കറാണോ? അപ്പോൾ ചേച്ചി പറഞ്ഞ കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ. പണി സിനിമയിലത്തെ മറ്റേ ചെക്കനൊക്കെ ഇല്ലേ, പണി സിനിമയിലത്തെ അതുപോലത്തെ ഒരുമാതിരി ഒരു ലോ ക്ലാസ് ചെക്കന്മാരുടെ കൂടെയൊക്കെയാണ് ഈ പെൺപിള്ളേര് നടക്കണേ. കേരളവർമ്മ കോളേജ് വിട്ട സമയത്ത് ഒന്ന് അവിടെ വെറുതെ ബസ് സ്റ്റോപ്പിൽ വെറുതെ ഒന്ന് പോയി നിന്ന് കഴിഞ്ഞാൽ കാണാം നല്ല ഭംഗിയുള്ള പെൺപിള്ളേര്, ചൊക്കച്ചൊക്കച്ചൊക്കാന്ന് തുടുത്തിട്ട് ഇത്ര മുടിയൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള പെൺപിള്ളേര് കണ്ടാണ്ടല്ലോ എനിക്ക് വേറെയൊക്കെ വായില് വരാം, അത് പറയാൻ കൊള്ളില്ല. കഞ്ചാവ്, കള്ള് അങ്ങനത്തെയുള്ള മറ്റേ ഈ ലഹരി സംഭവങ്ങൾക്ക് ഉപയോഗിച്ച് നടക്കുന്ന നമുക്ക് കണ്ടറിയാം അവനൊരു വശപ്പശകാണെന്ന് നമുക്ക് ഒരൊറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന. അത് എന്താ കോമ്പിനേഷൻ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കണ്ടാലറിയാം, അതാണ് പ്രശ്നം. കണ്ടാലറിയാം MDMA ആണെന്ന്, കണ്ടറിയാം വൃത്തികെട്ടവനാണെന്ന്, കണ്ടറിയാം കഞ്ചാവാണെന്ന്. ചേച്ചി, എനിക്കിപ്പോൾ ചേച്ചിനെ കാണുമ്പോൾ ചേച്ചി ഒരു ഐറ്റാന്ന് തോന്നുന്നുണ്ട്. ചേച്ചി ഐറ്റാണോ? ഏത്? ഇത് സമ്മതിച്ചു കഴിഞ്ഞാൽ ചേച്ചി ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ സമ്മതിച്ചു തരാം. പബ്ലിക്കായി വന്നിട്ട് ചുമ്മാ ഇങ്ങനെ ആമ്പിള്ളേർ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിൻ്റെ ഈ വീഡിയോക്ക് താഴെ ഇട്ട കുറേ പോസിറ്റീവ് കമൻസ് ഉണ്ട്. എല്ലാ ആമ്പിള്ളേരും ഇതങ്ങ് ബിതുങ്ങൊന്നും വിചാരിക്കേണ്ട, ഇതുപോലെ റിയാക്ഷൻസ് വരും. സോ ഒന്നും വിചാരിക്കേണ്ട ചേച്ചിയെ. പണ്ടേ ഉള്ളതാ ഈ താടിയും മീശയും മുടിയൊക്കെ വളർത്തിക്കുന്ന ആമ്പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ പോലീസുകാരെ വരെ ഒന്ന് വണ്ടി ഓട്ടും, എന്താണെന്ന് ചോദിക്കും. ഞാൻ വിചാരിച്ചു അതൊക്കെ മാറിയെന്ന്. മോട്ടിവേഷൻ സ്പീക്കറായ ചേച്ചി തന്നെ ഈ വിഡിത്തൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികരിക്കണ്ടേ? അല്ലെങ്കിലും ലുക്കിൽ എന്തിരിക്കണ ചേച്ചി, സ്വഭാവത്തിലല്ലേ? അവരെന്തെങ്കിലും ആക്കട്ടെ, ചേച്ചിക്ക് എന്താ ഇത്ര കുത്തല്? എന്താ ഇത്ര കുത്തല്? വല്ല കാര്യം ഉണ്ടായിരുന്നു ചേച്ചിയെ.